നമസ്കാരം. കൽപ്പറ്റ നിയമസഭാ മണ്ഡലമാണ് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് 2016 വോട്ട് ആദ്യമേ നോക്കാം. LDF ആണ് വിജയിച്ചിരിക്കുന്നത്. 2016 72,000 വോട്ട് LDF, UDF 59,000 വോട്ടാണ്, NDA 13,000 വോട്ടാണ് അടുത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു 13,000 വോട്ടിന് വിൻ ചെയ്തതാണ് LDF. നല്ല കൺവിൻസിങ് LDFിൻ്റെ ഒരു കോട്ടയാണെന്ന് തന്നെ പറയാം. 10,000 കൂടുതൽ വോട്ടുള്ളതുകൊണ്ട്. ബട്ട് 21 തിരിച്ചു പിടിച്ചു. 70,000 വോട്ടിന് UDF, LDF 64,000, NDA 14,000. 5,000 വോട്ടിൻ്റെ മാർജിൻ UDF അത് തിരിച്ചു പിടിച്ചോണ്ട്. ടി സിദ്ദിഖാണത്. ടി സിദ്ദിഖ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അദ്ദേഹം തന്നെയാണ് ഇത്തവണത്തെ കാൻഡിഡേറ്റ്. അതുകൊണ്ടാണ്. അപ്പോൾ 70,000 വോട്ട് അത് LDFിൻ്റെ ആയിരുന്നു. 2016 നിന്ന് 2021 അത് തിരിച്ച് UDF പിടിച്ചൊരു മണ്ഡലമാണ് കൽപ്പറ്റ. അത് കഴിഞ്ഞ് ലോക്സഭ മണ്ഡലം വരുമ്പോൾ നമുക്ക് അത്ഭുതകരമാണ്. രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാവാം. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് 82,000 വോട്ട് LDFിന് 39,000 വോട്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ NDA കാൻഡിഡേറ്റ് 24,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ LDFിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ 72,000 വോട്ട് 2016 പിടിച്ചത് 64,000, 8,000 വോട്ട് കുറഞ്ഞു. 2021 8,000 വോട്ട് കുറഞ്ഞു. 2024 39,000 ആയി. 39,000 വെച്ച് 25,000 വോട്ടോളം കുറഞ്ഞിട്ടുണ്ട്. UDFിൻ്റെ 2016 59,000 നിന്ന് 70,000 2021 2021 2024 അത് 88,000 ഉയർത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഫാക്ടർ ആണെങ്കിൽ പോലും അതിന് മുമ്പുള്ള ഇലക്ഷനുകളിൽ ഈ ട്രെൻഡ് വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധേയമാണ്. NDA ഒരു കൺസിസ്റ്റൻ്റായിട്ട് 12,000 വോട്ടിൽ നിന്ന് 2,000 വോട്ട് 14,000 ആക്കി 2021 ഇലക്ഷനിൽ. പക്ഷേ അത് NDA ലോക്സഭ ഇലക്ഷനിൽ 2024 24,000 വോട്ടിലേക്ക് കൂട്ടിയിരിക്കുകയാണ്. ഒരു 10,000 വോട്ട് കൂട്ടിയിട്ടുണ്ട്. എപ്പോഴും രാഹുൽ ഗാന്ധി വന്നിട്ട് ഉള്ള ട്രെൻഡിലാണെങ്കിൽ പോലും NDA വോട്ട് ഷെയർ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി രാഹുൽ ഗാന്ധിയുടെ വന്നപ്പോൾ ഇലക്ഷനിൽ UDFിൻ്റെ വോട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് LDFിൻ്റെ ക്യാമ്പുകളിൽ നിന്നുള്ളതാണ് ശ്രദ്ധേയമാവേണ്ടത്. കാരണം NDAയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, കൂടുകയാണ് ചെയ്തത്. LDFിൻ്റെ പകുതിയോളം വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇപ്പോൾ കൽപ്പറ്റ 3 ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ 2016 LDF പിടിച്ചെങ്കിലും 2021 UDFിന് അനുകൂലമായിട്ടൊരു മണ്ഡലം മാറി. 2024 ലോക്സഭ ഇലക്ഷനിൽ UDF വലിയൊരു മാർജിൻ, അതായത് LDFിൻ്റെ ഇരട്ടി കൂടുതൽ മാർജിനിൽ വിജയിച്ചൊരു വോട്ടുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഇലക്ഷനും UDFിൽ നിൽക്കുന്നത് കൊണ്ട് UDFിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. LDF ആണോ UDF ആണോ ഇത്തവണ കൽപ്പറ്റ എടുക്കുക? അതേപോലെ ഈ മറ്റു മണ്ഡലങ്ങളുടെ വീഡിയോ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.